ഞങ്ങളാണ് ആദ്യം പരിചയപ്പെട്ടത്. എൻ്റെ ജൂനിയർ ആയിരുന്നു അവൻ. ഞങ്ങളാദ്യം പരിചയപ്പെട്ടു. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഇവിടെ പരിചയപ്പെട്ടത്. അവിടെ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും നമ്മൾ കണ്ടുവിട്ടത്. പക്ഷെ ഞാൻ അവരുടെ ഇടയിൽ ഒന്നിനും നിന്നിട്ടില്ല. അവർ തന്നെ അവർ തന്നെ ഈ വീഡിയോ അമ്മ കാണുമ്പോൾ അയ്യോ. തലേദിവസം വേലയോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങാണ് ഇത് 1000 അത് മംഗല്യ സ്ത്രീകളെല്ലാവരും ചേർന്ന് തലേദിവസം അഷ്ടമംഗല്യം, നിലവിളക്ക്, കൃഷ്ണവിഗ്രഹം, നിറപറ നിലവിളക്കെല്ലാം വെച്ചിട്ട് ശ്രീ പാർവതിയും പരമേശ്വരനെ ഉദ്ദേശിച്ച് അതുപോലെ ഒരു മംഗല്യ ജീവിതം ഉണ്ടാകണം കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയോടുകൂടി. ശരിയേ, നമ്മളെ നഗ്ന സത്യങ്ങളൊക്കെ പുറത്തായി. നല്ല കുട്ടിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ നമ്പൂരി കുട്ടി. അത്യാവശ്യം അച്ചടക്കവും ഒതുക്കമുള്ള കുട്ടി. ഒരു ഫോട്ടോ കൂടെ കാണിച്ചില്ല, ഞാൻ ഇൻസ്റ്റയിലൊക്കെ തപ്പി. ചിക്കനാൾ വളരെ പാവാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ സഹിക്കുന്നതിന് ഓനെ അവാർഡ് കൊടുക്കണം. അല്ല, ഓനെ സഹിക്കുന്നതിന് ഒക്കെ കുറഞ്ഞണം. രണ്ടുപേരും കട്ടയ്ക്ക. ഇത് ഇത്രയും നന്നായി നടന്നു പോയതിൽ സന്തോഷം. സക്സസ് ആയത്. ശൈത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ശൈത്യൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നോട് മെസ്സേജ് അയച്ചു, ആരാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ശൈത്യം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ കാണിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ഓള് പറഞ്ഞു, ഇല്ല എൻ്റെ മോനാണ്, ഞാൻ അങ്ങനെ ഇത് കാണിച്ചു തരില്ല, ഈ വടക്കാക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓളോട് ചോദിക്കാൻ പോയില്ല. ഞാൻ കുറച്ച് ജാടിട്ട് ആരാണോന്ന് അന്വേഷിക്കാനൊന്നും പോയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോളേജിൽ വീണ്ടും പരിപാടി വന്നപ്പം വീണ്ടും സ്റ്റാറ്റസ് ഇട്ടിട്ട് വീണ്ടും ചോദിച്ചപ്പോൾ ഓൾ എന്നെ വന്നിട്ട് കാണിച്ചു തന്നു ഫോട്ടോ, ഒരൊറ്റ ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ ഇൻസ്റ്റ ഐ ഡി ഒന്നും കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഇൻസ്റ്റ ഐ ഡിയൊക്കെ തപ്പിയെടുത്ത് അങ്ങോട്ട് പോയി റിക്വസ്റ്റ് ഇട്ടു. അപ്പോൾ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് മെസ്സേജൊക്കെ അയച്ച് പിന്നെ കുറച്ച് കാലം നല്ല ഫ്രണ്ട്സായി. പിന്നെ ഒരു ദിവസം കോളേജിലത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോകുമ്പം കോഴിക്കോട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മീറ്റ് ചെയ്തു. ശരിക്കും പാവാ, ദേഷ്യമൊന്നും പിടിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കും. കുറേ അടി കൂടിയിട്ട് സമ്മതിച്ചതാണ്. അതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. നല്ലോണം ചീത്ത കിട്ടുന്നുണ്ട്, നല്ലോണം കരഞ്ഞിട്ടുണ്ട്, നല്ലോണം കുറ്റം പറയലൊക്കെ കേട്ടിക്ക്.
പിന്നെന്താ കുറേ ആൾക്കാർ എതിരുണ്ടായിരുന്നു, എല്ലാവരും ഇപ്പോൾ സെറ്റായി. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. ഞാൻ ഒറ്റയ്ക്കാവും, ചടി ഉണ്ടാക്കാൻ ആരും ഉണ്ടാവില്ല, പിന്നെ ഫുള്ള് മൂഡൗട്ടായിരിക്കും. രണ്ടാളും എപ്പോഴും സന്തോഷമായിട്ട് ചേട്ടനോടങ്ങി ചേച്ചി ദേഷ്യാണ്. എല്ലാവരോടും ഭയങ്കര കമ്പനിയാണ്. കസിൻസിനോടൊക്കെ ഏച്ചാന്നുള്ള ഒരു സ്വഭാവമൊന്നുമില്ല, ഫ്രണ്ടിനെ പോലെയാണ് എപ്പോഴും പെരുമാറുക. തൂവെൺമതി സോടി തോടുടയ സെവിയൻ വിടയേറിയോർ തൂവെൺമതി സോടി കാടുടയ സുടலை പൊടി പൂസിയൻ ഉള്ളം കവർ കൾവൻ ഉള്ളം കവർ കൾവൻ. കുണ്ടുമണി എന്ന് പ്രഖ്യാതനായിരുന്ന ഇന്ന് അനന്തു എന്നറിയപ്പെടുന്ന ഒരു പാവമാണെന്ന് തോന്നിപ്പിക്കുന്ന എന്നാൽ നല്ല വികടത്തരം കയ്യിലുള്ള ഒരു വ്യക്തിയുടെ വേളിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എൻ്റെ കുണ്ടുമണി, അതായത് എൻ്റെ സ്വന്തം വേട്ടൻ ഇന്ന് കല്യാണം കഴിക്കാൻ പോവാ. എന്താണെന്നൊന്നുമില്ല, ഐഡിയ ഒന്നുമില്ല, ജീവിച്ചു നോക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. மீண்டும் வருவேன் மாலை மாற்ற உன்னை தேடி நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே வாரேன் மீண்டும் வருவேன் மாலை மாற்ற உன்னை தேடி நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே வாரேன் மீண்டும் வருவேன் மாலை மாற்ற நானே வாரேன் மீண்டும் வருவேன் உந்தன் கையால் தாளியேந்த நானே गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे वसुदेव सत्यभामलोला गौरी कल्याण वैभोगमे लक्ष्मी कल्याण वैभोगमे कोत्तोडवाळै मरं கொண்டு வந்து நிறுத்தி கோக்குடைய பந்தலுக்கு மேல் காட்டு
പാറാട്ടി ഗൗരി കല്യാണ ഹായ് കുഞ്ഞോത്തു ആനന്ദോട്ടൻ. നമ്മളെ നീലമന്ന ഇല്ലത്ത് കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അടിപൊളി ഒരു ഫംഗ്ഷൻ നടന്നു. ഒരു മാരേജ്, നിങ്ങളുടെ മാരേജ്. അത് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് ഒന്നിച്ച് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇന്നലെ രാത്രി, ഇന്ന് കണ്ടാ ഇവരെല്ലാവരും ഹാപ്പിയാണ്. മാമ വരെ ഹാപ്പിയാണ്. ഫുൾ ചിരി കളിയായിട്ട് വൻ ബഹളമായിരുന്നു. അതെ, കുഞ്ഞുമുത്ത് ഭയങ്കര കുറച്ച് സൈലന്റ് ആയിരുന്നു അല്ലേ? ഇപ്പൊ ഭയങ്കര സൈലന്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കര ആക്റ്റീവായി. അനന്തുവിന്റെ ടീച്ചിങ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. പണ്ട് വളരെ സൈലന്റ് ആയിരുന്നു. അനന്തുവിന്റെ ടീച്ചിങ് ശരിയാ, കറക്റ്റാണ്. അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ അല്ലേ? ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി മാരേജ്.